ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി സുരക്ഷയും പരിശോധനയും കർശനമാക്കി കൊച്ചി സിറ്റി പോലീസ്. ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹന നിയന്ത്രണം, പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞ ശേഷം മാത്രം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാൻ നഗരത്തിലാകെ രാത്രി മുതൽ പുലർച്ചെ വരെ പരിശോധന നടത്തും. മെട്രോ, വാട്ടർ മെട്രോ സർവീസുകൾ പുലർച്ചെ വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി വെളിഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ള പാപ്പാഞ്ഞി കത്തിക്കുന്നതോടെയാണ് കൊച്ചിയിലെ ന്യൂ ഇയറിന്റെ ഭാഗമായ ആഘോഷങ്ങൾ മൂർധന്യത്തിൽ എത്തുന്നത്. വെളിഗ്രൗണ്ടിൽ 80,000 പേരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യമാണ് ഉള്ളത്. എല്ലാ വർഷവും പരേഡ് ഗ്രൗണ്ടിൽ നടക്കാറുള്ള പുതുവത്സര ആഘോഷവും പാപ്പാഞ്ഞി കത്തിക്കലും ഇക്കുറി ഇല്ലാത്തതിനാൽ വെളിഗ്രൗണ്ടിൽ ജനത്തിരക്ക് ക്രമാതീതമായി ഉയരാനും സാധ്യതയുണ്ട്. പോലീസ്, അഗ്നിശമന സേന, വൈദ്യുതി ബോർഡ്, ആരോഗ്യം, ഗതാഗതം തുടങ്ങി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് പുതുവത്സരാഘോഷം സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ വാഹനം നിറയുന്നതുവരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനം കടത്തിവിടും. പിന്നീടാകും വാഹന നിയന്ത്രണം ഉണ്ടാവുക. 1000 പോലീസുകാരാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇതിനപ്പുറം പല പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന എല്ലാ പരിപാടികൾ കവർ ചെയ്യാൻ വേണ്ടിയുള്ള അതാത് പോലീസ് സ്റ്റേഷൻ തലത്തിലുള്ള ബന്ദോബസ്ത് സ്കീംസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടാവും. ആംബുലൻസും മെഡിക്കൽ ടീമും അവിടെ ഉണ്ടാവണമെന്ന സംഘാടകർക്ക് നമ്മൾ കത്തുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ലിമിറ്റിൽ 18 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ പാർക്കിംഗ് ഫില്ലായി കഴിഞ്ഞാൽ മട്ടാഞ്ചേരി, തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിൽ കുറച്ച് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കൂടെ പുറത്തുനിന്ന് വാഹനങ്ങൾ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ BOT പാലം മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടത്തില്ല. CCTV ക്യാമറകൾ, മതിയായ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ റൂം അവിടെ വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായി മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. മെട്രോയുമായും KSRTCയുമായും സ്വകാര്യ ബസ് ഉടമകളുമായും സംസാരിച്ച് പ്രത്യേക സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട്. മദ്യപിച്ചുള്ള വാഹനമോടിക്കൽ തടയാൻ അതിശക്തമായ പരിശോധനയുണ്ടാകുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് തടയാൻ വേണ്ടി രാത്രി പ്രത്യേകിച്ച് 12 മണിക്ക് ശേഷം ആൾക്കാർ തിരിച്ചു പോകുന്ന സമയത്ത് വണ്ടികൾ റാഷായിട്ട് ഓടിക്കുന്നത് തടയാനും ഡ്രങ്കൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് തടയാൻ വേണ്ടി പ്രത്യേക പോലീസ് ചെക്കിംഗ് ഉണ്ടാവും എല്ലാ വഴികളിൽ. രാവിലെ ആൾക്കാർ തിരിച്ചു പോകുന്ന സമയം വരെ ഈ ചെക്കിംഗ് സ്ട്രോങ് ആയിട്ട് നമ്മൾ നടത്തും. മറ്റുള്ളവർ ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾക്കപ്പുറം ആവേശം അതിരുകടക്കാതിരിക്കാനും സ്വയം സുരക്ഷ ഒരുക്കാനും ശ്രദ്ധിച്ചാകണം ഈ പുതുവത്സരാഘോഷം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.